കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വിവിധയിടങ്ങളിലായി വീണ്ടും വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം. തെലുങ്കാന, തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങളിലായിരുന്നു ഇത്തവണ യുവാക്കളുടെ സാഹസിക യാത്ര. സംഭവത്തിൽ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയിട്ടുണ്ട്. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനത്തിനായി മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണമേറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തതിന് പിന്നാലെയാണ് വീണ്ടും നിയമലംഘനം തകൃതിയായി നടക്കുന്നത്. തെലങ്കാന രജിസ്ട്രേഷനുള്ള കാറിന്റെ ഡോറിനിടയിലൂടെ ശരീരം പാതി പുറത്തിട്ടായിരുന്നു ഒരു അഭ്യാസ പ്രകടനം. തെലങ്കാനയിൽ നിന്നും മൂന്നാർ സന്ദർശനത്തിനെത്തിയ യുവാക്കളാണ് അഭ്യാസ പ്രകടനം നടത്തിയത്. ദൃശ്യം പ്രചരിക്കപ്പെട്ടതോടെ അഭ്യാസ പ്രകടനം നടത്തിയ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. ഇടുക്കി എൻഫോഴ്സ്മെന്റ് ആർടിഒയുടെ സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ദേവികുളത്ത് വെച്ചാണ് വാഹനം പിടികൂടിയത്. വാഹനം മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഇന്ന് രാവിലെയാണ് അപകടകരമായ രീതിയിൽ തെലങ്കാന രജിസ്ട്രേഷനുള്ള വാഹനം ഗ്യാപ്പ് റോഡിലൂടെ അപകടകരമായ രീതിയിൽ സഞ്ചരിക്കുന്നതായിട്ട് ഒരു ദൃശ്യമാധ്യമങ്ങളിലൂടെ വന്നത്. തുടർന്നായിട്ട് നമ്മൾ ചെക്കിങ്ങിനിടയിൽ ഈ വാഹനം കണ്ടെത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹനത്തിനെതിരെ ചെല്ലാൻ തയ്യാറാക്കുകയും മൂന്നാർ സ്റ്റേഷനിൽ വണ്ടി സീസ് ചെയ്ത് മൂന്നാർ സ്റ്റേഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഡ്രൈവർക്ക് കാരണം നോട്ടീസ് നൽകി ബഹുമാനപ്പെട്ട ഇടുക്കി ആർടിഒ എൻഫോഴ്സ്മെന്റിന്റെ മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുടർന്ന് നടപടികൾ അതിനുശേഷം ഉണ്ടായിരിക്കുന്നതാണ്. മറ്റൊന്ന് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. ഓടുന്ന ബൊലേറോയുടെ മുകളിലാണ് രണ്ട് യുവാക്കൾ കയറിയിരിക്കുന്നത്. ഈ വാഹനം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയ നിയമലംഘനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പരിശോധന കടുപ്പിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ജനം, ഇടുക്കി.